ആ ഡീലെന്ന് പറയുന്നത് BJP CPM ഡീലായി. എന്നാൽ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞത് UDF പരാജയം അംഗീകരിച്ചു എന്നാണ്. പക്ഷെ പെട്ടി എണ്ണി കഴിഞ്ഞപ്പോൾ മേയറുടെ സ്വന്തം വാർഡിൽ കൊടുങ്ങാനൂരിൽ തൊട്ടടുത്ത വാഴോട്ടുകോണത്ത് ഏതാണ്ട് 600 വോട്ടിൻ്റെ ലീഡാണ് LDFന് കിട്ടിയത്. രണ്ടും BJPയുടെ പല വാർഡുകളിലും LDFന് കിട്ടിയ മുൻതൂക്കം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗം. ആ കൂട്ടുകെട്ടിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ വിജയിക്കാൻ നമുക്ക് കഴിയും. ഇനി വികസനത്തിൻ്റെ കാലഘട്ടമാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ ഈ നഗരത്തിനെ സംബന്ധിച്ച് ഒരു പ്രധാന വിഷയം പറയാനുള്ളത് ഈ കണ്ണമ്മൂല അതുപോലെ തന്നെ ഈ പ്രദേശത്താണ് നമ്മുടെ ജനറൽ ആശുപത്രി. ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് UDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് അത് LDF സർക്കാർ വന്ന് അടച്ചുപൂട്ടുകയുണ്ടായി. അത് തീർച്ചയായിട്ടും പുനരാരംഭിക്കും എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. മാത്രമല്ല, രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജിൽ ഇത്രയധികം രോഗികളുടെ ബാഹുല്യം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ ആ ആശുപത്രിയിലുണ്ടായ സംഭവവികാസങ്ങൾ പലതും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് നമ്മുടെ നഗരത്തിന് ആവശ്യമാണ് എന്ന് ആ സംഭവങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ച് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും അതോടൊപ്പം തന്നെ ഉന്നത പഠനം നടത്തുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപയുടെ സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെയുള്ള ആ 5 ഇന ഗ്യാരണ്ടികളും UDF സർക്കാർ നടപ്പാക്കും. അപ്പോൾ വികസന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നെക്കുറിച്ച് ചിലർ പറഞ്ഞ ആക്ഷേപം ഞാനിവിടെ കളഞ്ഞിട്ട് പോയതാണ്. അവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ നമുക്ക് വികസന കാര്യങ്ങൾ ഒരുമിച്ച് നീങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.